വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ്. ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ്? ബഷീറിന്റെ ആദ്യ കൃതി പ്രേമലേഖനാണ്. ബഷീർ എഴുതിയ നാടകം ഏത്? കഥാബീജം. കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആരാണ്? ജി ശങ്കർകുറുപ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായ പേരെന്ത്? ബേപ്പൂർ സുൽത്താൻ എന്നുള്ള പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത്. ബഷീറിന്റെ പിതാവിന്റെ പേരെന്താണ്? കായ് അബ്ദുറഹ്മാൻ എന്നാണ് ബഷീറിന്റെ പിതാവിന്റെ പേര്. ബഷീറിന്റെ മാതാവിന്റെ പേരെന്താണ്? കുഞ്ഞാത്തുമ്മ എന്നാണ് ബഷീറിന്റെ മാതാവിന്റെ പേര്. ബഷീറിന്റെ മരണശേഷം പുറത്തിറക്കിയ 3 കൃതികൾ ഏതെല്ലാം? യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതമൊരു അനുഗ്രഹം. ഇലാഹിയിൽ ബഷീർ എഴുതിയ കവിത അനശ്വര പ്രകാശം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം എന്റെ ചരമക്കുറിപ്പ്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീർ കൃതി ഏതാണ്? ബാല്യകാല സഖിയിലാണ് കേട്ടോ മജീദും സുഹറയും കഥാപാത്രം. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരാണ്? പി ഭാസ്കരനാണ്. ബഷീർ ആദ്യം ഏത് ഭാഷയിലാണ് ബാല്യകാല സഖി എഴുതിയത്? ഇംഗ്ലീഷില്. ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. ബഷീറിന്റെ മതിലുകൾ എന്ന നോവല് സിനിമയാക്കിയ സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആര്? മമ്മൂട്ടി. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ളത്? പാത്തുമ്മയുടെ ആട് എന്നുള്ള കൃതിക്കാണേ. ബഷീറിന്റെ ആദ്യ കഥ ഏത്? എന്റെ തങ്കം. ആത്മകഥപരമായ ബഷീർ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ആദ്യ കഥയായ എന്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ജയകേസരിയിൽ. ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്ന തത്വശാസ്ത്രമുള്ള ബഷീറിന്റെ കഥ ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏതാണ്? തേന്മാവ്. ബഷീറിന്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ രചിച്ച കൃതി ഏതാണ്? നേരും നുണയും. ബഷീർ തന്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ജന്മദിനം. പട്ടം താണു പിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം ഏതാണ്? പട്ടത്തിന്റെ പേക്കിനാവ്. ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? മാന്ത്രിക പൂച്ച. ബഷീർ എഴുതിയ ജീവചരിത്രം ഏതാണ്? MP പോൾ. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആരാണ്? MP പോൾ. ബഷീറിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാബി ബഷീർ. ഫാബി ബഷീറിന്റെ മുഴുവൻ പേരെന്താണ്? ഫാത്തിമ ബീവി. ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിന്റെ ഏത് കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്?
നീലവെളിച്ചം. ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? എ. വിൻസെന്റ്. ബഷീറിന്റെ ആകാശങ്ങൾ എന്നത് ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാലസാഹിത്യം. തന്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആരാണത്? MP പോൾ. ബാല്യകാലസഖി അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മലയാളിയായ സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയത്? പ്രഭ. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം? 1981. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം? പത്മശ്രീ. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് എന്നാണ്? 1982. ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വിശേഷിക്കപ്പെടുന്നത്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥാണ്? IM അഷ്റഫ്. ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധമുണ്ടായിരുന്ന മരം ഏതാണ്? മാംഗോസ്റ്റീൻ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഇമ്മിണി വല്യ ഒന്ന് ഏത് കൃതിയിലെ വാക്യമാണ്? ബാല്യകാലസഖി. ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? എ. വിൻസെന്റ്. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? മുച്ചീറ്റുകളിക്കാരന്റെ മകൾ. ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ചിനി ബാലിക ലുട്ടാപ്പി. ബഷീറിന്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത്? ദുപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. മൂക്ക് കഥാപാത്രമായി വരുന്ന ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ഉജ്ജീവനം. ഒന്നും ഒന്നും വല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണ്? ബാല്യകാലസഖി. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. ബഷീർ സൃഷ്ടിച്ച സങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ്? കടുവക്കുഴി ഗ്രാമം. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ടുപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. ഏത് മരമാണ് ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയത്? മാംഗോസ്റ്റീൻ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീർ ബേപ്പൂരിൽ താമസിച്ച വീടിന്റെ പേരെന്തായിരുന്നു? വയലാലിൽ വീട്. ബഷീർ രചിച്ച ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? 1977. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി?
വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? സോജ രാജകുമാരി. ന്റുപ്പൂപ്പാക്ക ഒരാന ഉണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേരെന്താണ്? കുഞ്ഞുപാത്തുമ്മ. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ എന്ന് പാത്തുമ്മയുടെ ആടിൽ പറയുന്ന പുസ്തകം ഏത്? ശബ്ദങ്ങൾ. നോവൽ ത്രയം എന്നറിയപ്പെടുന്ന ബഷീർ കൃതികൾ ഏതെല്ലാം? ന്റുപ്പൂപ്പാക്ക ഒരാന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ നോവൽ ത്രയം എന്നറിയപ്പെടുന്ന കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. M.N. കാരശ്ശേരി എഴുതിയ ബഷീർ പാട്ടുകാവ്യത്തിന്റെ പേരെന്താണ്? ബഷീർ മാല. ബഷീർ സാഹിത്യത്തെ കാടായിത്തീർന്ന ഒറ്റമരത്തിന്റെ കഥ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? പ്രൊഫസർ M.N. വിജയൻ. 5ാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? മഹാത്മാഗാന്ധി. മർദ്ദത്തിന്റെയും അടിച്ചമർത്തലിന്റെയും അപ്പോസ്തലാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന തിരുവിതാംകൂർ ദിവാനായ C.P. രാമസ്വാമി അയ്യർ നിരോധിച്ച ഒരു ബഷീർ നാടകം ഒരു പട്ടത്തിന്റെ പേക്കിനാവ്. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീറിന്റെ പ്രഥമ കഥ ഏതാണ്? എന്റെ തങ്കം. ബഷീറിന്റെ ആദ്യ നോവൽ ഏതാണ്? ജീവിത നിഴൽപ്പാടുകൾ. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ? സർക്കിൾ ബുക്ക് സ്റ്റാൾ. മാനസികാരോഗ്യമായി ബഷീർ ഏത് വൈദ്യന്റെ ചികിത്സയിലായിരുന്നു? PC ഗോവിന്ദൻ നായരുടെ. ബഷീറിനെ കുറിച്ച് M.K. സാനു രചിച്ച ഗ്രന്ഥം? ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീർ ദ മാൻ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? M.A. റഹ്മാൻ. ബഷീറിന്റെ എടിയെ എന്ന ഓർമ്മക്കുറിപ്പുകൾ സമാഹരിച്ചത് ആരാണ്? പത്നി ഫാബി ബഷീർ.